ബിഗ് ബോസ് ഷോയിൽ നിന്നും എവിക്റ്റായ ശേഷമാണ് RJ ബിൻസി എന്ന മത്സരാർത്ഥി പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയത്. അതിന് കാരണം അപ്പാനി ശരത്തുമായുള്ള സൗഹൃദമായിരുന്നു. ബിൻസി ഹൗസിൽ തുടർന്നിരുന്നുവെങ്കിൽ അപ്പാനിയുടെ കുടുംബം തകർന്നേനെന്നാണ് ബിൻസിയുടെ എവിക്ഷൻ എപ്പിസോഡിന് താഴെ ഏറ്റവും കൂടുതൽ വന്ന കമന്റ്. പ്രേക്ഷകർ മാത്രമല്ല, ഷാനവാസും അനുവും രേണുവും ശാരികയുമെല്ലാം ബിൻസി അപ്പാനി ശരത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഹൗസിൽ സംസാരിച്ചിരുന്നു. ഇപ്പോഴത്തെ തന്നെയും അപ്പാനി ശരത്തിനെയും ചേർത്തുള്ള വിവാദങ്ങൾക്കെല്ലാം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ മറുപടി പറയുകയാണ് RJ ബിൻസി. വിവാദങ്ങളും കോലാഹലങ്ങളും കണ്ട് ശരത്തിന്റെ ഭാര്യ തന്നെ വിളിച്ചിരുന്നുവെന്നും ബിൻസി പറയുന്നു. ഷോയിൽ നിന്ന് എവിക്റ്റായതിൽ സങ്കടമുണ്ട്. പക്ഷേ പുറത്തിറങ്ങിയ ശേഷമുള്ള ലൈഫ് ഞാൻ ഇപ്പോൾ എൻജോയ് ചെയ്യുന്നു. എവിക്റ്റായി ലാലേട്ടനടുത്ത് വന്ന് എന്റെ ജേർണി വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ വീണുപോയതും സങ്കടപ്പെട്ടതും. അതിനാലാണ് ഇമോഷണലായി സംസാരിച്ചത് എന്ന് ബിൻസി പറഞ്ഞു. ആ വീട്ടിൽ ഒരു സീക്രട്ട് നടക്കില്ല. ശരത്തേട്ടനെ ഹഗ് ചെയ്ത ശേഷം ചെവിയിൽ പറഞ്ഞത് കപ്പടിച്ചിട്ട് വരണമെന്ന് മാത്രമാണ്. എന്നെയും ശരത്തേട്ടനെയും കുറിച്ച് ഷാനവാസ് പറഞ്ഞത് കണ്ടന്റ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമാണ്. ഞാനുള്ള സമയത്താണ് പറഞ്ഞിരുന്നതെങ്കിൽ എനിക്ക് മറുപടി കൊടുക്കാൻ കഴിയുമായിരുന്നു. ഞാനുള്ളപ്പോൾ അവർക്ക് പറയണമെങ്കിൽ ആ വീട്ടിൽ അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ഷാനവാസ് പറഞ്ഞതുപോലെ അനുമോളും എന്തോ പറഞ്ഞുവെന്ന് അറിഞ്ഞു. കണ്ടന്റ് ദാരിദ്ര്യം വന്നപ്പോൾ എന്തെങ്കിലും വേണമല്ലോ എന്ന് കരുതി പറഞ്ഞതാകും. എവിക്റ്റ് ആകുന്നതിന് 3 ദിവസം മുമ്പാണ് ഞാൻ അക്ബർ അപ്പാനി കൂട്ടുകെട്ടിലേക്ക് പോകുന്നത്. അധികം കമ്പനിയൊന്നും ആയിട്ടില്ല. അവരുടെ കൂടെ പോയിരുന്ന് ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. ഹൗസിൽ എല്ലാവരോടും ഞാൻ മിണ്ടുമായിരുന്നു. അവസാന 3 ദിവസം അപ്പാനി ചേട്ടന്റെയും അക്ബറിന്റെയും അടുത്ത് പോയിരിക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല, സരിക ചേച്ചി, ബിന്നിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പാനി ബിൻസിയെ മാത്രം ബിൻസി കൊച്ചെ എന്ന് വിളിക്കുന്നുവെന്ന് അവരെല്ലാം തമാശയ്ക്ക് പറയുമായിരുന്നു. അപ്പാനി ചേട്ടൻ എനിക്ക് ചാച്ചനെ പോലെ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പാനി ചേട്ടൻ വളരെ ജെനുവിനായ വ്യക്തിയാണ്. ഞാനും അതുപോലെ സാധാരണക്കാരിയാണ്. അതുകൊണ്ട് പുള്ളിയോട് സംസാരിക്കുമ്പോൾ ആങ്ങളയോട് സംസാരിക്കുന്നത് പോലെയായിരുന്നു. ചാച്ച എന്ന് അപ്പനെ മാത്രമല്ല ആങ്ങളെയും വിളിക്കും. ആ വൈബാണ് പുള്ളിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആരോട് വഴക്കുണ്ടാക്കിയാലും കോംപ്രമൈസ് ചെയ്യാൻ പുള്ളി ശ്രമിക്കും. ഷാനവാസ് ഞങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി. എന്നോട് ശരത്തേട്ടൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് രേഷ്മ ചേച്ചിയെക്കുറിച്ചാണ്. 1-2 തവണ മാത്രമേ ഞാനും പുള്ളിയും മാത്രമായിരുന്നു സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ സംസാരത്തിൽ എന്തെങ്കിലും മോശമായി ഉണ്ടായിരുന്നുവെങ്കിൽ കണ്ടന്റായി അത് കുത്തിപ്പൊക്കി വന്നേനെ. നെവിൻ ഇടയ്ക്ക് വന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്. അതൊക്കെ ഫണ്ണായി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഷാനവാസ് പേഴ്സണൽ വൈരാഗ്യത്തിന്റെയോ കണ്ടന്റിന് വേണ്ടിയോ പറഞ്ഞതാകും. ശരത്തേട്ടന്റെ ഭാര്യ രേഷ്മ എന്നെ വിളിച്ചിരുന്നു. ഞാൻ 24 മണിക്കൂറും ലൈവ് കാണുന്നയാളാണ്. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ മോശമായി ഒന്നും തോന്നിയിട്ടില്ല. എനിക്കറിയാം എന്റെ ഭർത്താവിനെ എന്നാണ് അവർ പറഞ്ഞത്. ഇതോടെ അപ്പാനി ശരത്തുമായി നടക്കുന്ന വിവാദങ്ങൾക്കെല്ലാം ബിൻസി മറുപടി നൽകിയിരിക്കുകയാണ്.